ഈ കാണുന്ന കാൽപാദം ഇവിടുത്തെ ദേവൻ്റെ കാൽപാദമാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തമിഴ്നാട്ടിലെ ഒരു മലയുടെ മുകളിൽ ഒരു മഹാലിംഗ ശിവക്ഷേത്രമുണ്ട്. അത് തെങ്കാശിക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. മനോഹരമായ ഒരു ക്ഷേത്രമാണ്. മാത്രവുമല്ല തമിഴ്നാടിൻ്റെ ഒരു ഏരിയ തന്നെ നമുക്ക് കാണാൻ പറ്റും. കാറ്റാടി പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഹൈറ്റിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഹൈറ്റിൽ നിന്ന് നമുക്ക് എത്ര ദൂരം പരമാവധി കാണാൻ പറ്റും അത്ര നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇവിടുന്ന് റൈറ്റിൽ പോയാൽ നേരെ ചെങ്കോട്ടയും, ലെഫ്റ്റ് പോയാൽ നേരെ തെങ്കാശി മധുര പോകുന്ന റോഡിൽ ചെന്ന് കയറുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകുന്നത്, ലെഫ്റ്റിലോട്ടാണ് തിരിയുന്നത്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ തെങ്കാശിയാണ്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ അച്ചൻകോവിൽ, അച്ചൻപുത്തൂർ, പിന്നെ ആ വഴി നമുക്ക് ചെങ്കോട്ടയിൽ പോവാം. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഈ കാണുന്ന റോഡ് തെങ്കാശി മധുര പോകുന്ന മെയിൻ ഹൈവേ ആണ്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ തെങ്കാശിയും, ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ മധുരയിലുമാണ് ചെല്ലുന്നത്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഈ കാണുന്ന ജംഗ്ഷൻ ആയിക്കുടി എന്ന് പറയുന്ന ജംഗ്ഷനാണ്. ഇവിടെ നമ്മൾ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഈ മെയിൻ റോഡ് ഇതുപോലത്തെ റോഡല്ല, പിന്നെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകുന്നത് ഒരു സാധാരണ നാട്ടും പുറത്തുകൂടെ പോകുന്ന ഒരു റോഡാണ് കേട്ടോ. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. പിന്നെ വീതിയുള്ള റോഡൊന്നുമല്ല, ഇതുപോലെ നാട്ടും പുറത്തുള്ള റോഡാണ്. പിന്നെ വലിയ ലോറികളോ ഒന്നും ഈ വഴി വരില്ല, കൂടുതൽ ബൈക്കും കാറുകളേ ഉള്ളൂ. പിന്നെ ഈ വഴി പോകുന്നതൊക്കെ നല്ല ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു റോഡാണ് കേട്ടോ അത്. ആ കാണുന്ന മലയാണ് മഹാലിംഗ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മല. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. വേറെ എങ്ങോട്ടും പോകുന്ന വഴിയല്ല, നേരെ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ആ എൻ്റെ അവിടെ, ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ആ റോഡ് തീരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം. ഈ കാണുന്നതാണ് മഹാലിംഗേശ്വര ശിവക്ഷേത്രം. ഈ മെയിൻ പ്രതിഷ്ഠയായ മഹാദേവൻ ഇരിക്കുന്നത് മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് പിന്നെ മല കയറാൻ പോകുന്നത്. കയറാൻ വേണ്ടി ആദ്യമേ നമ്മൾ കയറുമ്പം ഗണപതി ഭഗവാനെയാണ് ആദ്യം കാണുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ദേവനായ മഹാലിംഗേശ്വര ഭഗവാന്റെ കാൽപാദവും കാണാം. തുടക്കത്തിൽ തന്നെ നല്ല കയറ്റമാണ്. പിന്നെ ഈ പടികൾ കാണാനും നല്ല ഭംഗിയുണ്ട്, കൈവരിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്ക് പിടിച്ച് കയറിപ്പോകാൻ പറ്റും.
കയറ്റമൊക്കെ കയറി കുറച്ച് ഭാഗത്ത് എത്തിയപ്പോഴത്തേന് കുറച്ച് നിരപ്പായ സ്ഥലമായി. ഇവിടെ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വന്നതിനെക്കാട്ടിലും നല്ല കയറ്റമാണ് ഇനി മുന്നോട്ടുള്ളത്. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ നല്ല കയറ്റമാണ്. കാരണം മുകളിലോട്ട് ചെല്ലുന്നതനുസരിച്ച് കയറ്റം കൂടി വരുവാണ്. കുത്തനെ കിടക്കുന്ന കയറ്റമാണ്. അപ്പോൾ ഈ കൈവിരലൊക്കെ പിടിച്ച് കയറി പോകുന്നതാണ് നല്ലത്. അങ്ങനെ കുത്തനെ കിടക്കുന്ന പടികളും നമ്മൾ മലയുടെ മുകളിലെത്തി. ഈ മലയുടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. കാറ്റാടി പാടങ്ങളെ, തെങ്ങിൻ തോപ്പുകളെ, തമിഴ്നാടിൻ്റെ ഏകദേശമുള്ള പ്രദേശങ്ങൾ മൊത്തം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചെറിയൊരു കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ വേറൊരു കുഴപ്പമില്ല. പിന്നെ കാറ്റും ഉണ്ട്. ഇവിടെ നിന്ന് ഭയങ്കര കാറ്റാണ്. മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞ് ഈ വഴിയാണ് നമ്മൾ മഹാലിംഗേശ്വര ഭഗവാന്റെ അടുത്തോട്ട് ചെല്ലുന്നത്. ഈ ചെല്ലുന്ന സ്റ്റെപ്പായിക്കോട്ടെ ചെറിയ സ്റ്റെപ്പാണ്, എന്ന് വെച്ചാൽ ഇടുങ്ങിയ സ്റ്റെപ്പാണ്. 2 പാറയുടെ ഇടയിലൂടെയാണ് നമ്മൾ കയറിപ്പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മേൽക്കൂരയോ ശ്രീകോവിലൊന്നുമില്ല. ഒരു പാറയിലാണ് മഹാലിംഗേശ്വര ഭഗവാൻ ഇരിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയാണിത്. ഈ ചെറിയ ഇടുക്കാണ്. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ വഴി ഉള്ളത്. ഈ ഇടുക്ക് 2 പാറയാണ്. 2 പാറയുടെ ഇടയിലൂടെ ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഈ തിരിച്ചിറങ്ങുന്ന വഴിയിൽ ഒരു ഗുഹയുണ്ട്. ഈ ഗുഹയെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ടാണ്. അത് നമുക്കൊന്ന് കാണാം. ഈ ഗുഹയിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും കല്ലും മുള്ളും നിറഞ്ഞ വഴി തന്നെ. അതേപോലെയാണ് കുറ്റിച്ചെടികളും മുൾച്ചെടികളും ഒക്കെ ഉണ്ട്. മുള്ളാണ് ഇവിടെ മെയിൻ. തമിഴ്നാട്ടിലെ കൂടുതലും കാട്ടിൽ കൂടുതലും മുള്ള് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ആ പറഞ്ഞ ഗുഹ. അകത്തോട്ട് നല്ല ഇരുട്ടാണ്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ പഴയ കുടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കയറുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല ഇരുട്ടായതുകൊണ്ട് മാത്രമല്ല, കാടായതുകൊണ്ട് ഈ ഇഴജന്തുക്കളൊക്കെ ചിലപ്പം നല്ല തണുപ്പിന് ഇതിനകത്ത് കയറി കിടക്കും. നമ്മൾ ഓടിച്ചാരി അകത്തോട്ട് കയറും, അതിൻ്റെ കടിയും കിട്ടും, നമ്മൾ പെട്ടെന്ന് പടിയും ആവും. അതുകൊണ്ട് നമുക്ക് ആ പരിപാടിയില്ല. നമ്മൾ വെളിയിൽ നോക്കുന്നു, നല്ല ഇരുട്ടാണ്. അപ്പം ഇതാണ് ഗുഹ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.